ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെയും കിട്ടാത്ത ആ ഒരു സന്തോഷം, അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ സന്തോഷം അപ്പോഴൊന്നും കിട്ടിയില്ല, പക്ഷെ ഇപ്പോൾ ആ ഒരു സന്തോഷം ലഭിക്കാൻ പോവുകയാണ്. അതെന്ത് സന്തോഷമാണെന്ന് നോക്കാം നമുക്ക്. വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ടൈം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ ആ ഒരു ഫലം അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഇതുവരെയുള്ള ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മാത്രമല്ല മറ്റുള്ളവരുടെ ജോലിയും ചെയ്യേണ്ടി വരുന്നു. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യവും ചെയ്യണം, നിങ്ങളുടെ കാര്യവും ചെയ്യണം. ആ ഒരവസ്ഥ ഇവിടെ നിങ്ങളുടെ ചുറ്റിലും എന്തെങ്കിലും ജോലി ഉണ്ടായിരിക്കും, പക്ഷേ മറ്റുള്ളവർ ആദ്യം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ മുഖമാണ് ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ ആ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ജോലി ചെയ്തിട്ടും നിങ്ങൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് അവർ മറ്റുള്ള ജോലിയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും നിങ്ങളുടെ ആ ഒരു ഊഴം വരുമ്പോൾ ആരും നിങ്ങളെ സഹായിക്കത്തില്ല. അപ്പോൾ ഈ മറ്റുള്ളവർ പറയും നിങ്ങൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടും നിങ്ങൾക്കൊരു നല്ല വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി ഇങ്ങോട്ടുള്ള സമയം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ശ്രദ്ധിക്കും. നിങ്ങളുടെ ലൈഫിൽ നല്ലത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇനി സമയം കണ്ടെത്തും. കാരണം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു, പക്ഷേ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന് അതിൻ്റേതായ ഒരു മഹത്വം നൽകുന്നില്ല. പിന്നെ എന്തിനും ഞാൻ അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, ഇനി എൻ്റെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും നല്ലത് എൻ്റെ ലൈഫിന് വേണ്ടി ചെയ്യണം, അങ്ങനെ തോന്നൽ അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നത്. ഇവിടെ സമയം ഇങ്ങനെ കുറേ നിങ്ങൾ നഷ്ടപ്പെടുത്തി മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്ത് നിങ്ങളുടെ നല്ല സമയമെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയാണ്, മറ്റുള്ളവർക്ക് ചെയ്തിട്ട് എന്താ പ്രയോജനം കിട്ടി എനിക്ക്, ഇനി എൻ്റെ ലൈഫിൽ നല്ലത് വരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. ഇവിടെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ അങ്ങനെ എന്താണ് ചെയ്തത്, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, പിന്നെ നമുക്ക് വേണ്ടി ചെയ്തെന്ന് പറയുന്നു. എന്താണ് നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഞാൻ എന്താണ് ചെയ്തത് എനിക്ക് വേണ്ടി എന്ന്. ഇവിടെ നിങ്ങളുടെ നല്ല സമയമെല്ലാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തി നിങ്ങളുടെ നല്ല സമയമെല്ലാം പോയി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ്. ഒന്നിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടാലും വളരെ മോശം സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു, പക്ഷേ നിങ്ങളിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുകയാണ് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന്. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരിഹാരം കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പരിഹാരം കണ്ടെത്തുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു മാറ്റം വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ഡോറ് നിങ്ങൾക്ക് തന്നെ ലഭിച്ചു. ഇനി മറ്റൊരാളുടെയും കൺട്രോളല്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഡോറ്, നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇനി നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട സമയം നിങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കി കളയില്ല മറ്റുള്ളവർക്ക് വേണ്ടി. ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി ചിന്തിക്കുന്നു, പക്ഷെ മറ്റുള്ളവരാരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് ഇവിടെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്, വേറെ ആരുമല്ല. ഇവിടെ നിങ്ങളുടെ കരിയർ ഇപ്പോൾ നല്ലതായിട്ടല്ല പോകുന്നത്. എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ് നല്ലതായിട്ടല്ല പോകുന്നത്. അപ്പോൾ എവിടെയാണ് പ്രശ്നം വന്നത് അത് നിങ്ങൾ ആഴത്തിൽ പോയി അറിഞ്ഞ് ആ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇനി നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതുവരെയും ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ എന്തോ ഒരു ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പുതിയ രീതിയിൽ എന്തോ ഒരു ട്രിക്ക്, അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഇനി അങ്ങോട്ട് ഒരു ഏകാഗ്രത നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങൾ ഗവൺമെൻറ് ജോലി ട്രൈ ചെയ്യുന്നവരാണ് എങ്കിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു മാറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇനി ഫലിക്കും. നിങ്ങളുടെ പരിശ്രമം ഇനി പാഴായി പോവത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്.
ഇന്നല്ലെങ്കിൽ നാളെയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറേ നാളിനി കാത്തിരിക്കേണ്ടി വരും എന്നല്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നു പെട്ടെന്ന്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും നിങ്ങളുടെ ആ ഒരു എനർജി, അത് 2 വ്യക്തികൾ ചേർന്ന് ജോലി ചെയ്യത്തില്ലേ, അപ്പോഴുള്ള ആ ഒരു ഗ്രോത്ത് അതേപോലെ ആയിരിക്കും ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത്. നിങ്ങൾ ഒരാളായിരിക്കും, പക്ഷേ 2 ആളിൻ്റെ ബലം ഉണ്ടാകും നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ രഹസ്യമായ കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് രഹസ്യം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള. ഇനി കരിയറിൻ്റെ ആ ഒരു ഇടയിൽ എപ്പോഴും പരാജയം നേരിടേണ്ടി വരും നിങ്ങൾക്ക്. വീണ്ടും വീണ്ടും എപ്പോഴും പരാജയം. അതായത് ഒരു ജോലി സ്റ്റേബിളായി പറ്റുന്നില്ല. ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ പ്രശ്നം വരുന്നു. അടുത്ത ജോലിക്ക് പോകുന്നു, അടുത്ത ജോലി പ്രശ്നമാകും, വീണ്ടും ജോലി, വീണ്ടും വീണ്ടും പരിവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ജോലിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇനി അങ്ങനൊരു പരിവർത്തനം ഉണ്ടാവത്തില്ല. ഒരു ജോലി ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പോകും, ഒരു സ്റ്റേബിളായിട്ട് പോകും. ഇനി അതിലൊരു പരിവർത്തനം ഉണ്ടാവത്തില്ല. നല്ല ഗ്രോത്തോടു കൂടി ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റേബിളായിട്ട് പോവാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ വീണ്ടും വീണ്ടും ജോബ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഇനി ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഇനി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല, സ്റ്റേബിളാവും നിങ്ങൾ. ഇവിടെ ഇത്രയും കാലം മാറ്റം സംഭവിക്കാത്ത ഒരു കാര്യത്തിൽ ഇപ്പോൾ മാറ്റം സംഭവിക്കുന്നതാണ്. അതായത് ഫിനാൻഷ്യലായിട്ട് ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാവും. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാവും. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് പൈസ ചിലവാക്കേണ്ട ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ച് വിചാരിക്കും, മറ്റുള്ളവരുടെ ആ ഒരു ലൈഫ് നോക്കുക, അവർക്ക് പൈസയ്ക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് എന്ത് പ്രോബ്ലം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അവർക്ക് പൈസയുണ്ട്. നമ്മളെ അവസ്ഥ അങ്ങനെയല്ല എന്നുള്ള ഒരു വിഷമഭാവം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ താരതമ്യം ചെയ്യും. ഇനി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു മറ്റുള്ളവരുടെ ലൈഫ് നിങ്ങളുടെ ലൈഫും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ആ ഒരു സ്വഭാവമില്ല, അത് യൂണിവേഴ്സ് മാറ്റുന്നതാണ്. കാരണം ഇനി നിങ്ങളുടെ കയ്യിലും പൈസ വരുന്നതാണ്. നിങ്ങൾക്കും അതേപോലെ അവർ ഇഷ്ടത്തിന് ചിലവാക്കും പോലെ നിങ്ങൾക്കും ചിലവാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മറ്റുള്ളവരുടെ ബാങ്ക് ബാലൻസ് പോലെ വളരെ നല്ലതായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ ജീവിക്കുമ്പോഴത്തെ ആ ഒരു ലൈഫ് നിങ്ങളും ജീവിക്കുന്നതാണ്. അപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ദൈവം നിങ്ങളെ ചിന്താവിമുക്തനാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മോശം പറയുമ്പോൾ പെട്ടെന്ന് നടക്കും, നല്ലത് പറയുമ്പോൾ നടക്കത്തില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് അത് ഉറപ്പായിട്ടും നടക്കുന്നതാണ്. മുന്നത്തെ സമയം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ പല ആൾക്കാരും പറയുന്ന ഓരോ ടെക്നിക്കും ഫോളോ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു പരിവർത്തനം വരാൻ വേണ്ടി. പക്ഷെ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ എഫക്റ്റ് ആവത്തില്ലായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ എന്ത് ടെക്നിക്ക് ചെയ്താലും അതിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. ഇവിടെ മറ്റുള്ളവർ പറയുന്ന ആ ഒരു ട്രിക്ക് ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ലൈഫിലെ പല നല്ല സമയവും നിങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി അതിൻ്റെ ആ ഒരു വിപരീതമായിട്ടുള്ള ആ ഒരു ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് നിങ്ങൾ എന്താണോ നല്ലത് പറയുന്നത് അത് ഉറപ്പായിട്ടും നടക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങുക. ചെറിയ എന്തെങ്കിലും കാര്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറയുക, അത് ഉറപ്പായിട്ടും നടക്കുക. അതിനുശേഷം വലുതിലോട്ട് പോവുക. ഇവിടെ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചില ആൾക്കാരുടെ മേൽ ഡൗട്ടുണ്ട്. അതായത് ആരോ നിങ്ങളുടെ മേൽ മോശം ദൃഷ്ടി വയ്ക്കുന്നുണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട്, ചില ആൾക്കാർ ആഹാരത്തിൽ കൂടെ നിങ്ങൾക്ക് എന്തോ തന്നിട്ടുള്ളതായിട്ടാണ് നിങ്ങൾക്ക് സംശയം. അതായത് നിങ്ങളെന്തോ അങ്ങനെ കഴിച്ചു അവരിൽ നിന്ന്, അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആ ഒരു കൈവശം പോയി. ഇവിടെ ഈ ഒരു ആഹാരം നിങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മോശം സാഹചര്യങ്ങളാണ് നേരിടേണ്ടി വന്നത്. നിങ്ങൾക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു. നിങ്ങളുടെ വീട്ടിലെപ്പോഴും അടിയും വഴക്കും, ഇല്ലായെങ്കിൽ സമാധാനം ഇല്ലായ്മ, പൈസയുടെ ബുദ്ധിമുട്ട്, കൂടാതെ വീട്ടിൽ ഓരോ ഉപകരണങ്ങൾ ചീത്തയാകുന്നു, മെയിനായിട്ട് ഹെൽത്ത് മോശമാകുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ബ്ലാക്ക് മാജിക്ക് മാറാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. കാരണം ഈ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് 6 മാസം മുന്നെയോ 1 വർഷം മുന്നെയോ ചെയ്ത ഒരു ബ്ലാക്ക് മാജിക് അല്ല. കുറേ നാളായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു
5-6 വർഷമായി ഇവർ ഈ ഒരു ബ്ലാക്ക് മാജിക് നിങ്ങളുടെ മേൽ ചെയ്തിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഈ ഒരു വ്യക്തി ചിലപ്പോൾ കുടുംബത്തിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തുള്ള ആളായിരിക്കാം, അതായത് വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള ആളായിരിക്കാം. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ റൊട്ടീൻ എന്താണ്, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് പൂജിക്കുന്നത്, എ ടു സെഡ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. കൂടാതെ നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റുള്ളവരുമായിട്ട് എത്ര ബന്ധമുണ്ട് നിങ്ങൾക്ക്, എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം. ഇവർക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇതെങ്ങനെ നശിപ്പിക്കാം, നിങ്ങളുടെ ഈ ഒരു ദൈവങ്ങളോടുള്ള ഒരു പൂജയും കാര്യങ്ങളും മറ്റുള്ളവരോടുള്ള ബന്ധം എല്ലാം എങ്ങനെ നശിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഇവർ ഈ ഒരു ബ്ലാക്ക് മാജിക് നിങ്ങളുടെ മേൽ ചെയ്തത്. നിങ്ങളോട് ഇവർ എന്താണോ ചെയ്തത് അതനുസരിച്ച് ഇവരുടെ യഥാർത്ഥ മുഖംമൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ഉറപ്പായിട്ടും വരും. ഒരു പക്ഷേ ഇനി വന്നില്ല എങ്കിൽ പോലും അവർ ചെയ്ത ആ ഒരു ക്രിയകൾ അവർക്ക് തന്നെ തിരിച്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി ബെഡ് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ വരും. സഡൻ ആയിരിക്കും അവരുടെ ആ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടർ അവരോട് പറയും ടോട്ടലായിട്ട് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന്. ഇവിടെ ഇത്രയും കാലം നിങ്ങളെ അവർ വേദനിപ്പിച്ചില്ലേ, ആ എല്ലാ നെഗറ്റിവിറ്റിയും ഇനി ഇവരുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും ഈ വ്യക്തിയാണത് എന്നെ ഇത്രയും കാലം 6 വർഷം വരെ എന്നെ വേദനിപ്പിച്ച വ്യക്തിയെന്ന്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് തോന്നുമല്ലോ ഇന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ലതല്ല ചിന്തിക്കുന്നത് എന്ന്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വ്യക്തി എന്ത് തന്നാലും നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല. അതിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി നിങ്ങൾക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ ഈശോനോട് പറയുക, ദൈവമേ എനിക്ക് ഇത് കഴിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്, ഇത് അങ്ങയുടെ പ്രസാദമായിട്ട് ഞാൻ കഴിക്കുകയാണ്. ഇനി ഈ പ്രസാദം കഴിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അങ്ങയുടെ ആ ഒരു കയ്യിലാണ് എന്ന് പറഞ്ഞ് ഈശോന് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു അത് കഴിക്കുക. ബാക്കി ഈശോ നോക്കിക്കോളും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കഴിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ കഴിക്കുക. കാരണം നിങ്ങൾ കുറച്ചൊന്ന് ഇങ്ങനെയുള്ള ആൾക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഫലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അപകടമായിട്ടുള്ള സാഹചര്യം മാറിക്കഴിഞ്ഞു. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തു. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു നിങ്ങളുടെ നേർക്ക് ബ്ലാക്ക് മാജിക് ചെയ്ത ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ മേൽ പല ജോലികളും അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളതെല്ലാം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളോട് ഒരു ചെയ്തതിൻ്റെ ആ ഒരു ബഹുമാനവും ഒന്നും തന്നെ ഇവർ കാണിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ എത്ര തന്നെ ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്താലും ഇവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്ന സ്വഭാവമില്ല. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒന്നും തന്നെ അല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള സ്വഭാവം. പക്ഷേ എങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് ഒരു പക്ഷാപാതം നിങ്ങളോട് കാണിച്ചു. ഇവിടെ നിങ്ങൾ എല്ലാവരോടും നല്ല രീതിയിൽ നല്ല മനോഭാവം വച്ച് ഓരോന്ന് ചെയ്തു കൊടുത്തു. പക്ഷേ നിങ്ങളുടെ ഊഴം വന്നപ്പോൾ നിങ്ങളുടെ സ്വന്തക്കാർ പോലും, നിങ്ങളുടെ അടുത്ത ആൾക്കാർ പോലും നിങ്ങളെ സഹായിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്നു. ഇത് ഒത്തിരി ആൾക്കാർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്തു. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായാലും അതിന് പുറത്തുള്ളവരായാലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലായാലും അവരാരും തിരിച്ച് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആൾക്കാർ, അതായത് നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കാത്ത ആൾക്കാർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എണ്ണാൻ കൈ തികയത്തില്ല. അത്രമാത്രം ആൾക്കാരുണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി കളികൾ ഇവർ നിങ്ങളുടെ ലൈഫ് വെച്ച് കളിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങൾ ദൈവത്തിനോട് കാണിച്ച ആ ഒരു ശ്രദ്ധയും ഭാവവും പൂജയും എല്ലാം ദൈവം കണ്ടു. അതാണ് നിങ്ങളെ ഇവരിൽ നിന്ന് രക്ഷിച്ചത്. ഇവിടെ ഇത്രയും നാൾ നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റി പോകാൻ വേണ്ടി പല ഉപായങ്ങളും ചെയ്തു. പക്ഷേ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നും, വീണ്ടും പഴയതുപോലെ ആവും. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന കുറയും. മറ്റുള്ളവരോട്, അതായത് അടുത്തുള്ളവരോടുള്ള ആ ഒരു സംസാരം വളരെ കുറവാകും. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതാവും. നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ളതായിരിക്കും, പക്ഷേ അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതാകും. അങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകും. വർക്ക് പ്ലേസിൽ പ്രോബ്ലം വരിക, അത് എങ്ങനെയെങ്കിലും ബാലൻസ് ആക്കാൻ നോക്കുമ്പോൾ വീട്ടിൽ പ്രോബ്ലം വരിക, വീട്ടിൽ വഴക്കും ബഹളവും ഉണ്ടാവും. പിന്നെ വീട്ടിലെ ആഹാരം,
മിക്കവാറും കരിഞ്ഞു പോവുകയോ കേടാവുകയോ ചെയ്യുന്നു. അതെല്ലാം ഈ ഒരു നെഗറ്റിവിറ്റിയുടെ ആ ഒരു എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഉപായങ്ങൾ ഇതുവരെയും ഫലിച്ചിട്ടുണ്ടാവത്തില്ല നിങ്ങൾ ചെയ്ത. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ഉപായമാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എഫക്റ്റ് ആകുന്നതാണ്. ഇനി നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയും, വളരെ വലിയ നെഗറ്റിവിറ്റിയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ സാധിച്ചു, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആകും. ഇവിടെ ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഒരു ഇമേജ് ത്രൂ മനസ്സിലാകും. അതായത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് ബ്ലാക്ക് മാജിക് പോയി അങ്ങനൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഭാരമുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ, ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല, നിങ്ങൾ അടുത്തറിയാവുന്ന ചില ആൾക്കാർക്ക് അതറിയാം. സംസാരിക്കുമ്പോൾ ഒരു വാക്കുകൾ ഇടറുന്ന ആ ഒരു എന്തോ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഇങ്ങനെ വച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതൊന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞ് തീർക്കുക. കാരണം നമ്മൾ എന്തിനാണ് ഹൃദയത്തിൽ വിഷമവും കൊണ്ട് നടക്കുന്നത്? അത് നമുക്കിഷ്ടമുള്ള ദൈവത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പിലായാലും ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും അതങ്ങ് കരഞ്ഞ് തീർക്കുക. അത് വച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ഒരിക്കലും. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇതുവരെയും സ്മൂത്തായിട്ടുള്ളൊരു ലൈഫ് ജീവിച്ചില്ല. കാരണം അത്രമാത്രമാണ് നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ആത്മാവ് പോലും പൊയ്ക്കാണു. ആ രീതിയിലാണ് നിങ്ങൾ അനുഭവിച്ചത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇനി നിങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യ, അത്രമാത്രം നിങ്ങൾ അനുഭവിച്ച്. ഇനി നിങ്ങൾ റിലാക്സ് ആവാൻ പോകുകയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമങ്ങളെല്ലാം നിങ്ങൾ കരഞ്ഞ് പുറത്ത് കൊണ്ടുവരും. അതിനുശേഷം നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം നല്ല രീതിയിൽ പുറത്ത് വരാൻ തുടങ്ങും. അത് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരിക. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഇവിടെ ഇത്രയും കാലം നിങ്ങൾക്ക് എന്തു സുഖമാണോ ലഭിക്കാത്ത ആ ഒരു സുഖം ലഭിക്കുക. അതായത് അടുത്തുള്ളവരുമായിട്ട് നല്ല ഒരു ബന്ധം വീണ്ടും ക്രിയേറ്റ് ആകുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സപ്പോർട്ട് ലഭിക്കുക. മുന്നേ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമല്ലായിരുന്നു. അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് സപ്പോർട്ട് ലഭിക്കുക. മുന്നേയൊക്കെ ഇവർ എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഈ അടുത്തുള്ള ആൾക്കാർ. ഇനി ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെയായിരിക്കും നിങ്ങളെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങൾ മുക്തരാവുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റി ആയിട്ട് വേണ്ടത് അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുകയാണ് യൂണിവേഴ്സ്. ഇവിടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ആദ്യം കൊണ്ടെത്തിക്കുക, അതിനുശേഷം ബാലൻസ്, പിന്നെ റിവാർഡ്. ഇതെല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. അപ്പോൾ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇത്രയും വർഷം നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ആ ഒരു പരിവർത്തനമാണ് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരും. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് വ്യക്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഫേവറായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയതാണല്ലോ, ഇത് ഞാനുമായിട്ട് കണക്റ്റ് ആകുന്ന കാര്യമാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന്മേൽ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ആക്ഷൻ എടുത്തില്ല എങ്കിൽ യൂണിവേഴ്സ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ആക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരും. കാരണം നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് ആ സമയം തോന്നുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിനെ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രത്തോളം സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിവാർഡാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു സാഹചര്യം എത്തുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേരും പ്രശസ്തിയും കിട്ടും. കൂടാതെ നിങ്ങളുടേതായ ഒരു പവറിൽ വരും. ഇനി ആരും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരത്തില്ല. ഇല്ല എങ്കിൽ ആരെങ്കിലും ഇനി നിങ്ങളുടെ ലൈഫിൽ വിഘ്നങ്ങൾ സൃഷ്ടിക്കാൻ വരികയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ഷീൽഡ് നിങ്ങൾക്ക് ഉണ്ടാകും, ഒരു പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ഷീൽഡ്. ആ ഒരു ഷീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു നെഗറ്റിവിറ്റിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
ഇവിടെ നിങ്ങൾക്ക് അംബ്രല്ല കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ മേൽ ഒരു ഷീൽഡുണ്ട്, തലയ്ക്ക് മുകളിൽ ഒരു ഷീൽഡുണ്ട്. ആ ഒരു ഷീൽഡ് എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന്. ഇനി നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ അതിൽ തടസ്സം സൃഷ്ടിക്കാനോ ജലസാവാനോ ശ്രമിച്ചാലും അവരുടെ ഒരു പ്രവൃത്തിയും ഇനി നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യത്തില്ല. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർക്കണമെന്ന്. അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ കരഞ്ഞു തീർക്കുക നിങ്ങൾ. കാരണം ഒരു സാഹസികമായിട്ടുള്ള വ്യക്തി എപ്പോഴും അവരെ ആണ് ആദ്യം സഹായിക്കേണ്ടത്. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരും. അതായത് 10 വ്യക്തികൾ എന്നെക്കുറിച്ച് മോശം പറയലും 4 വ്യക്തികൾ എന്നെക്കുറിച്ച് മോശം പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ വരും. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. മുന്നേ ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശം പറയുകയാണെങ്കിൽ നിങ്ങൾ വിഷമിച്ച് ഇരിക്കും. പക്ഷെ ഇനി നിങ്ങൾ അങ്ങനെയല്ല. ഇവിടെ അപകടം ഫേസ് ചെയ്ത് നിങ്ങളൊരു യോദ്ധാവായി മാറി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആര് നിങ്ങളെ പ്രശംസ ചെയ്താലും ആര് നിങ്ങളെ നിന്ദിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതായത്. ഇവിടെ ഒരു ലേഡിയുടെ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ലേഡി കുറച്ച് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ലേഡി നിങ്ങളുടെ ജീവിതം ഒത്തിരി തകർത്ത് കളഞ്ഞു, താറുമാറാക്കി എന്ന് പറയാം. കഴിഞ്ഞു പോയ 6 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 4 വർഷം നിങ്ങളുടെ ലൈഫ് ഈ ഒരു ലേഡി തകർത്ത് കളഞ്ഞു. കാരണം ഇവരുടെ ആ ഒരു മോശം ചിന്ത, മോശം നെഗറ്റിവിറ്റി കാരണം നിങ്ങളുടെ ലൈഫിനെ ഇവർ താറുമാറാക്കി. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ലേഡി എന്ന് പറയുന്നത് കുടുംബത്തിലുള്ള ആളാണെന്ന്. ചിലപ്പോൾ കുടുംബത്തിന് പുറത്തുള്ള ആളായിരിക്കാം. ഈ ഒരു ലേഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്ഥാനം വേണമെന്ന് പറഞ്ഞ് ആ അധികാരം അവർക്ക് വേണം. അതായത് ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അധികാരം അവർക്ക് വേണമെന്നുള്ള രീതിയിൽ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിനെ തകർക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്ഥാനത്ത് അവർക്കിരിക്കണം, അങ്ങനെ ഒരു മോശം ചിന്ത. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്തു. ഇവിടെ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവർ. കാരണം ഒരു വ്യക്തിക്ക് 2 മുഖം, അതായത് ഒന്ന് മോശമുഖവും ഒന്ന് നല്ല മുഖവും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്ന മുഖം, എന്നാൽ പിന്നിൽ നിങ്ങളെ ശത്രുവായി കണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നു ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അവരെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചതാണ്, നിങ്ങളെ അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി. കാരണം നിങ്ങളുടെ ആ ഒരു അധികാരം അവർക്ക് വേണം അതിനു വേണ്ടി. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നുണ്ട് എങ്കിൽ ഇവരുടെ ആ ഒരു കള്ളത്തനമാണത്. അത് ഫേക്കായിട്ടുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഈ വ്യക്തി തീർച്ചയായിട്ടും ഫേക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അല്ല 200 കിലോമീറ്ററെങ്കിലും നിങ്ങൾ ഡിസ്റ്റൻസ് വയ്ക്കുന്നതാണ് നല്ലത്. ഈ വ്യക്തിയോട് ബന്ധം വയ്ക്കാനും പോകണ്ട, ഒന്നും സംസാരിക്കാനും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ 2 സ്വഭാവം കാണിക്കുന്ന ആൾക്കാരിൽ നിന്ന് എപ്പോഴും നമ്മൾ ദൂരെ നിൽക്കണം. കാരണം ഈ ഒരു വ്യക്തി നമുക്ക് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ നമ്മുടെ സൗഹൃദത്തിന് വേണ്ടിയോ ഒട്ടും തന്നെ നല്ല ഒരാളല്ല. ഇവിടെ ഇവരുടെ ആ ഒരു വ്യക്തിത്വം ഒരു പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ വന്നതാണ്. അതായത് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സ്വാർത്ഥത കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുടെ അധികാരത്തിൽ കയറി ഇവർ സ്വാർത്ഥത കാണിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇഗ്നോർ ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്വാർത്ഥത നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എന്തിനായിരുന്നു എന്ന്. അതായത് അവർക്ക് നിങ്ങളുടെ സ്ഥാനം വേണം, അതിനു വേണ്ടിയാണ് അവർ ആ ഒരു സ്വാർത്ഥത കാണിച്ചത്. പക്ഷെ നമ്മൾ അപ്പോൾ നോട്ടീസ് ചെയ്ത് ഇഗ്നോർ ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത് എന്ന് നിങ്ങൾ അന്ന് മനസ്സിലാക്കിയില്ല, ഇപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദയവ് ചെയ്ത് ഇനി അവർക്ക് ഒരു അവസരം നിങ്ങളായിട്ട് കൊടുക്കരുത്. നിങ്ങളുടെ ആ ഒരു അധികാരം നിങ്ങളുടേതാണ്. അവിടെ ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അവിടെ ആരും കയറി കളിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇവിടെ മറ്റുള്ളവരുടെ ആ ഒരു പെരുമാറ്റവും അവരുടെ വാക്കുകളും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി പോകേണ്ടി വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മൈക്കിൾ, ഹനുമാൻ സ്വാമി ഇവരുടെ ഒരു കവചമുണ്ട്, ഒരു പ്രൊട്ടക്ഷനുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഹനുമാൻ ചാലീസ, സുന്ദരകാണ്ഡമൊക്കെ വായിക്കുന്നവരായിരിക്കാം. ഇല്ല എങ്കിൽ ദുർഗാ കവചം വായിക്കുന്നവരാണ് എങ്കിൽ ദുർഗാദേവിയുടെ ആ ഒരു പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ മേലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റിവിറ്റിക്കും ഇനി നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്കിനി ആര് നിങ്ങളെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു മോശ സമയത്ത് നിങ്ങളുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? ദൈവം മാത്രമായിരുന്നു. ഈ നിങ്ങളെ നിന്ദിച്ചവരോ ആരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് വയ്ക്കുന്നത് നല്ല കാര്യമാണ്. കാരണം നമ്മുടെ മോശ സമയത്ത് നമ്മളെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ എന്ത് കുറ്റം പറഞ്ഞാലും ഇഗ്നോർ ചെയ്യുകയും വേണം. കാരണം നമ്മൾ മോശ സമയത്ത് ഇവരാരും സഹായിച്ചിട്ടില്ല. ഇവിടെ ഒത്തിരി ആൾക്കാർ നിങ്ങളോട് പക്ഷാപാതം കാണിച്ചു. ഇനി അങ്ങനെ ഇവർ പെരുമാറത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു മാറുന്ന സമയം ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളോട് ആൾക്കാർ ഇങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ ശ്രമിക്കുകയുള്ളൂ. സമയം ഇനി ഇങ്ങനെ വരാൻ പോകണം. അപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും കിട്ടും. അങ്ങനെ എന്തോ നിങ്ങൾ ചെയ്യും. അപ്പോൾ ഭാഗ്യവും ഈ ഒരു ഡിവൈൻ ടൈമും എല്ലാം നിങ്ങളുടെ ഫേവർ ആയതുകൊണ്ട് നിങ്ങൾ അതിൽ ഒത്തിരി വിജയിക്കും. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങോട്ട് സൗഹൃദം കാണിക്കാൻ വരും. എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈഫിൽ ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചത്, എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അവർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിന്ദിച്ച ആൾക്കാർ നിങ്ങളെ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു പൊസിഷൻ നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളോട് ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം, കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു സക്സസ് ലഭിക്കുമെന്ന്. അത് ഇവിടെ ശരിയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളെ നിന്ദിച്ചവരെല്ലാം നിങ്ങളെ പ്രശംസിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുമെന്ന് വച്ചാൽ, ഈ ഒരു കാര്യം നേരിട്ട് നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഇവിടെ ആര് പ്രശംസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ന്യൂട്രലായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ പ്രശംസിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ആവുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുക, പുറമേ ഷോ ചെയ്യാതിരിക്കുക. ന്യൂട്രലായിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്ക് പോട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.